എവരിവൺ, മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ക്ലാസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്ന PSC പരീക്ഷകളിലെ 10ാം ക്ലാസ് പ്രിലിമിനറി എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് 10th പ്രിലിമിനറി എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ യു ഷറഫ് അലിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, യു ഷറഫ് അലി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എയും സിയും ഡിയും അതിൻ്റെ ഉത്തരമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി, പി വത്സലയാണ് ഉത്തരം. നാലാമത്തെ ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, EMS നമ്പൂതിരിപ്പാട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, നിഴലുറങ്ങുന്ന വഴികൾ എന്നാണ് ഇവിടെ സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത്. അപ്പോൾ പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്നീ കൃതികൾ ആരുടേതാണ്? സേതുവിൻ്റെ രചനകളാണ്. 6, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഓപ്ഷൻ ബി, ഓഗസ്റ്റ് 23 ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം. 7, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ബി, TK മാധവനാണ് ഉത്തരം. 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 1, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു. അതാരാണ്? വൈകുണ്ഠസ്വാമി പറഞ്ഞതാണല്ലേ. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അതും അതെ. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമികളാണോ? അല്ല. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അതും വൈകുണ്ഠസ്വാമിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, 3 മാത്രമാണ് വൈകുണ്ഠസ്വാമികളുമായി ബന്ധമില്ലാത്തത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം. 11, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ ഡി, ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. 1, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. പടിഞ്ഞാറൻ തീരസമതലത്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒന്നാമത്തേത് എന്താണ്? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ശരിയാണ്. ഡെൽറ്റ രൂപീകരണം തെറ്റാണ്, അത് പൂർവ്വ തീരത്താണ്. താരതമ്യേന വീതി കൂടുതലാണ്, അതും തെറ്റാണ് അല്ലേ, അതും പൂർവ്വതീരത്ത്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ബന്ധമില്ലാത്തത് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ഏത് വർഷം ആരംഭിച്ചു? ഓപ്ഷൻ എ ആണ്, 1853. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഓപ്ഷൻ ഡി, ഝാറിയാണ് ഉത്തരം. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. അപ്പോൾ 1959 ജർമ്മൻ്റെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്കുശാല നിലവിൽ വരുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ബി, ഉത്തർപ്രദേശാണ് നമ്മുടെ ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ജലപാത
ഉൾപ്പെടുന്നു? ഏത് ദേശീയ ജലപാതയിലാണ് ഉൾപ്പെടുന്നത്? കൊല്ലം ടു കോട്ടപ്പുറം വരെയുള്ളത് ഏത് ജലപാതയിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ സി ദേശീയ ജലപാത 3 അല്ലേ, NW3 ആണ് കൊല്ലം കോട്ടപ്പുറം. 18 ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ് ഉത്തരം. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? മഹാത്മാഗാന്ധിയാണ് യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തതേത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷ അല്ലാത്തതേതാണ്? അത് ഓപ്ഷൻ സി ആണ്, ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് നമുക്ക് പുനഃസ്ഥാപിക്കാൻ ശേഷിയുണ്ട്, ചെലവ് കുറവാണ്, അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു, അതായത് തീർന്നുകൊണ്ടിരിക്കുന്നു. 21 ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 21A എന്നുള്ളത്. 22ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഭാഗം 4A. 23ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഉത്തരം. 24 ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ഓപ്ഷൻ ഡി 3:2 ആണ് ഉത്തരം. 26 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി ആണ്, 1993 ഒക്ടോബർ 12. മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്, 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 ആണ് ഉത്തരം. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 നമ്മുടെ ഉത്തരം. ആർട്ടിക്കിൾ 21. 29ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിൽ എഴുതിയിരിക്കുന്നത്? സത്യമേവ ജയതേ എന്ന വാക്യം എഴുതിയിരിക്കുന്നത് ദേവനാഗരി ലിപിയിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 30 താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻ ബി കടുവയാണ് ഉത്തരം. 31 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. 32 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്രകലാപങ്ങളിൽ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്രകലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഏതാണ്? ഓപ്ഷൻ എ രാമനമ്പിയാണ് ഉത്തരം. 33 ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. 34 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബ്രസീൽ.
35 അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല. ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. 36 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഓപ്ഷൻ സി 1919. 37 ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി ദാദാഭായ് നവറോജിയുടെ സംഭാവനയാണ് ചോർച്ച സിദ്ധാന്തം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ദാദാഭായ് നവറോജിയുടെ സംഭാവനയാണ്. 38 സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവാര്? സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മുഹമ്മദ് ഇക്ബാൽ. 39 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ നദീതട പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഭക്രാനങ്കലാണ് ഉത്തരം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ, അതായത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ നദീതട പദ്ധതിയാണ് ഭക്രാനങ്കൽ. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന് ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്താണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ എ ആണ് റൗലറ്റ് ആക്ട്. ഏതാണ്? റൗലറ്റ് ആക്ട്. 41 കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. 42 രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? ഓപ്ഷൻ ബി പി.ടി. ഉഷയാണ് ഉത്തരം. 43 കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? കൊച്ചി മെട്രോ നിലവിൽ വന്നത് ഓപ്ഷൻ എ 2017. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? 44 കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പാമ്പാറാണ്. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദിയുമാണ് പാമ്പാറ്. 45 പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴ. 46 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ കേരളീയ വനിത ആരാണ്? ഓപ്ഷൻ ബി നഞ്ചിയമ്മയാണ് ഉത്തരം. 47 കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. 48 വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ ഡി ഇരവികുളം. ഓക്കെ. 49 കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. 50 കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു? നെയ്യാറ്റിൻകര. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. 51 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? ഓപ്ഷൻ ഡി അയ്യങ്കാളി. 52 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. 52ാമത്തെ ക്വസ്റ്റ്യൻ, 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. ഓപ്ഷൻ ബി അരുവിപ്പുറം. 53 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഓപ്ഷൻ സി ആറ്റിങ്കൽ കലാപം. 54 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. ഓപ്ഷൻ എ. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം. പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി അരയ സമാജമാണ് പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം എന്ന് പറയുന്നത്.
56. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാതയാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെ. 57. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ഓപ്ഷൻ ഡി കേളപ്പൻ. 58. കേരളത്തിൽ ആദ്യമായി രൂപം കണ്ട സ്വകാര്യ ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കണ്ട സ്വകാര്യ ബാങ്ക് ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്. 59. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. 2024 നടക്കുന്നതല്ല, നമ്മുടെ പ്രീവിയസ് ഇയർ ആയതുകൊണ്ട് 2024 ഒളിമ്പിക്സിൻ്റെ വേദി ഏതാണ്? ഓപ്ഷൻ എ പാരീസ് ആണ് ഉത്തരം. 60. ക്വസ്റ്റ്യൻ. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി എഴുതിയത്? വി.ടി. ഭട്ടതിരിപ്പാട്. 62. താഴെ തന്നിരിക്കുന്ന ജീവികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച്, വിറ്റാമിനുകളാണ്, ജീവകങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് എ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് എ. അത് വൈറ്റമിൻ എ. വൈറ്റമിൻ എ നമ്മുടെ കണ്ണിനും ത്വക്കിനും മുടിക്കും ഒക്കെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? വൈറ്റമിൻ എ നമ്മുടെ കണ്ണിനുണ്ട് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഇ ആണ്. ഇ ആണ്. ശരിയാണ് അല്ലേ? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. ശരിയാണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ജീവകം ബി ആണ്. അത് തെറ്റാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം തെറ്റായ പ്രസ്താവന ചോദിക്കുന്നത്. തെറ്റായത് ഓപ്ഷൻ ബി, നാലാമത്തേതാണ്. ബാക്കിയെല്ലാം ശരിയാണ് അല്ലേ? കണ്ണിനും ത്വക്കിനും മുടിക്കും വൈറ്റമിൻ എ വേണം. നാടികളുടെയും ചുവന്ന രക്ത ആരോഗ്യത്തിന് ജീവകം ഇ വേണം. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. അപ്പോൾ ഇവിടെ തെറ്റെന്ന് പറയുന്നത് നാലാമത്തെ ഓപ്ഷനാണ്. 63. ഒരു ബാക്ടീരിയയിൽ പകർച്ചവ്യാധിയായി കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബി, സമ്പർക്കം മുഖേനയാണ് കേട്ടോ. 64. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സ്നേഹസ്പർശം. ഓപ്ഷൻ എ, സ്നേഹസ്പർശം. 65. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം ആണ്? എന്താണ് ക്വസ്റ്റ്യൻ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം ആണ്? ഓപ്ഷൻ ഡി, മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ഓപ്ഷൻ ഡി, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ. അടുത്ത ക്വസ്റ്റ്യൻ. 66. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഭാഗ്യലക്ഷ്മി. ഓപ്ഷൻ ബി, ഭാഗ്യലക്ഷ്മി. 67. വനവിഭവം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, മണ്ണെണ്ണയാണ് വനവിഭവം അല്ലാത്തത്. 68. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ എ, സൾഫർ ഡൈ ഓക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണം. 69. ഓപ്ഷൻ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പക്ഷേ PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വേണ്ട, നമുക്കും അത് സ്കിപ്പ് ചെയ്ത് പോകാം. 70ാമത്തെ ക്വസ്റ്റ്യനാണ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ എ, 7. 71. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആരുടെയാണ്? റൂദർഫോർഡ്. ഓപ്ഷൻ സി, റൂദർഫോർഡ്. 72. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ ഡി, സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. 73. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ, 18. ഓപ്ഷൻ എ, 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ ഉൾക്കൊള്ളുന്നത്. 74. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് എന്താണ്? ഉപയോഗത്തിൽ പെടാത്തതാണ്. ഇവിടെ ജ്വലനത്തിന് ഓക്സിജൻ വേണം, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയാവുന്നു, കൃത്രിമ ശ്വാസത്തിന് ഓക്സിജൻ വേണം, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഓക്സിജൻ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം.
75-ാമത്തെ ക്വസ്റ്റ്യൻ, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? ഓപ്ഷൻ ബി കാർമോസിൻ ആണ്. ഓപ്ഷൻ ബി ആണ് കാർമോയിസൻ. ഭക്ഷ്യവസ്തുക്കളിൽ കൃത്രിമ ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തുവാണ് കാർമോയിസൻ. 76, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം എന്താണ്? ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം എന്താണ്? ഓപ്ഷൻ ബി ഭ്രമണ ചലനമാണ് ഉത്തരം. 77, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഓപ്ഷൻ എ രാകേഷ് ശർമ്മയാണ്. 78, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം. അത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ഓപ്ഷൻ ഡി അപവർത്തനം. 79, ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ബാഷ്പീകരണമാണ്. താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബാഷ്പീകരണം. 80-ാമത്തെ ക്വസ്റ്റ്യൻ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ആണ് കാറ്റും അതുപോലെ തന്നെ തിരമാലയും. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ ഉത്തരം ഏതൊക്കെയാണ്? കാറ്റ്, തിരമാല എന്നിവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി എസ് സോമനാഥാണ് ഉത്തരം. 2, വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര് ഓപ്ഷൻ എ ലീലാതിലകമാണ്. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഓപ്ഷൻ എ വിപണനം, ബി പ്രചരണം, സി പരസ്യം, ഡി ബ്രാൻഡിങ്. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ വിപണനമാണ് ഉത്തരം. 4, ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൽ നിന്നാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ഓപ്ഷൻ എ ചൈനയാണ് ഉത്തരം. 5, താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഓപ്ഷൻ ബി പരിസ്ഥിതി. 6, ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഓപ്ഷൻ എ മിതാലി രാജാണ്. 7, 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവാണ് ബി ദാമോദർ മൗസെ. ഓപ്ഷൻ ബി ദാമോദർ മൗസോ. 8, എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? 1857 കലാപം ആരംഭിച്ച ഓപ്ഷൻ സി മീററ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ദേശീയ ശാസ്ത്ര ദിനം ഓപ്ഷൻ സി ഫെബ്രുവരി 18. 10, ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം 2021. അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ച വർഷം 2021. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ശരിയാണ്. ഗൾഫ് ഓഫ് മാന്നാർ പാക് കടലിടുക്ക് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. ശരിയാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഓപ്ഷൻ സി ബ്രസീലാണ് ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ 13, ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ ബി ആനമുടി. 14, താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ്? ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി സംഫാർ തടാകം ശുദ്ധജലമല്ല, ലവണ തടാകമാണ്. ശുദ്ധജല തടാകമല്ല, സംഫാർ തടാകം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 15, സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ
അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഉരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിതമായത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിത് കണ്ടു. ഓപ്ഷൻ സി റൂർക്കേല. അടുത്ത ക്വസ്റ്റ്യൻ, കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരിപ്പാടം ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡിലാണ്. കോർബ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡ്. കോർബ കൽക്കരിപ്പാടം എവിടെയാണ്? ഛത്തീസ്ഗഡ്. 18 ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി സാദിയ ദുബ്രി. 19 നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഓപ്ഷൻ എ ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗിന്റെ സെന്ററിന്റെ ആസ്ഥാനം ഓപ്ഷൻ എ ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. 21 നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ്? ജനഗണമന ഏത് ഭാഷയിലാണ്? ഓപ്ഷൻ സി ബംഗാളി ഭാഷയിൽ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിംചന്ദ്ര ചാറ്റർജി ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. നമ്മുടെ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. എ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. ശരിയാണ്. അടുത്തത് തെറ്റായതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബി മൗലികാവകാശങ്ങൾ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതും ശരിയാണ്. ഇനി സി ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകം മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. അത് തെറ്റാണ്. ന്യായവാദാർഹമാണ് മൗലികാവകാശങ്ങൾ. 24 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ 2005. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 26 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയനാണ് ഉത്തരം. 27 ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 32. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഓപ്ഷൻ ഡി ആന, കാള, സിംഹം, കുതിര. ആന, കാള, സിംഹം, കുതിര എന്നിവയാണ്. 29 കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ബാക്കിയെല്ലാം എന്താണ്? മൗലിക അവകാശങ്ങളാണ്. സി മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റി. ഇപ്പോൾ അതെന്താണ്? അതൊരു നിയമാവകാശമാണ്. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ 1947 ജൂലൈ 22-നാണ്. 31 രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ബംഗാളി ഭാഷയിൽ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രം ഏതാണ്? അത് ഓപ്ഷൻ ഡി സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയിയുടെ ബംഗാളി ഭാഷയിലെ പത്രം സംവാദ് കൗമുദി. 32 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ ബി മാഡം ഭിക്കാജി കാമയാണ്. 2007 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ നടന്ന ഇന്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത മാഡം ഭിക്കാജി കാമ. 33 പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ എ കുമാരഗുരുദേവനാണ്. ഓക്കെ. 34 ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ദാദാഭായ് നവറോജി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. 35 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ.
കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? അത് ഓപ്ഷൻ ബി തിരുവിതാംകൂർ സർവകലാശാലയാണ്. 37 കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. കേരള ഗാന്ധി ആരാണ്? കെ എളപ്പനാണ് കേരള ഗാന്ധി. 38 വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവാണ് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ ഡി ശാസ്താംകോട്ട കായൽ. 41 ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിൽ വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി വയനാടാണ്. നമ്മുടെ കേരളത്തിലെ വയനാട്, ഇടുക്കിയാണ് റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ. 43 ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഓപ്ഷൻ ബി ചെമ്പഴന്തി. 44 കേരളത്തിലെ ദേശീയ ജലപാത, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയ ജലപാത ഓപ്ഷൻ സി NW3. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. 46 വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. 47 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 48 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ ആണ് ലാഹോറാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. 49 ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലകനാണ്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ചത് ആരെയാണ്? ബാലഗംഗാധര തിലകൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഓപ്ഷൻ ബി ആണ് 1957. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു. ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് ഫസൽ അലി. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഓപ്ഷൻ സി മീററ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഓപ്ഷൻ ബി ഓണം. 55 വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി തുലാവർഷം. 56 വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ബി അംശി നാരായണ പിള്ള. അടുത്തത്, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഓപ്ഷൻ ബി ആലപ്പുഴ. 58 തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വില്ലുവണ്ടി യാത്ര നടത്തിയത് ഓപ്ഷൻ എ അയ്യങ്കാളി. 59 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം 1861 ഓപ്ഷൻ എ 1861.
അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന പ്രധാന വേദിയായിരുന്നു ഓപ്ഷൻ ഡി പയ്യന്നൂർ. ഓപ്ഷൻ ഡി പയ്യന്നൂരായിരുന്നു കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയം വായുവിലൂടെ പകരുന്നു. അതുപോലെ തന്നെ വായുവിലൂടെ പകരുന്ന മറ്റൊരു രോഗമാണ് ചിക്കൻ ബോക്സ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അപ്പം ക്ഷയവും ചിക്കൻ ബോക്സും വായുവിലൂടെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് ഓപ്ഷൻ സി കോമ്പല്ല്. 63 ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ എ ഭൂമിക. 64 സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി ഓപ്ഷൻ സി വൈറ്റമിൻ സിയുമായിട്ടാണ് സ്കർവി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏതാണ്? നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? ഏതൊക്കെയാണ് നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തത്? അനാമികയും അതുപോലെ തന്നെ അർക്കയും നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ല. ഓപ്ഷൻ ബി എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഓപ്ഷൻ സി ആന്തോസയാനിൻ. 68 എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? സൂപ്പർ ബഗുകൾ എന്ന ബാക്ടീരിയയെ നിർമ്മിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ഓപ്ഷൻ ബി ആനന്ദ മോഹൻ ചക്രവർത്തി. 69 കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി കാസർഗോഡാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് 1984. 71 താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഐസോടോപ്പുകൾ അതായത് ഇതിൻ്റെ എന്താണ് കണ്ടോ? ഐസോടോപ്പുകൾ എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അല്ലേ? അടുത്തത് 72 അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ജലപ്രവാഹത്തിലൂടെ കഴുകിക്കൊടുക്കൽ. റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഓപ്ഷൻ ബി ലാന്തനോയിഡ്. റെയർ എർത്ത്സ് ഓപ്ഷൻ ബി ലാന്തനോയിഡ്. 74 ഘനജലത്തിൻ്റെ രാസസൂത്രം എന്താണ്? ഘനജലത്തിൻ്റെ രാസസൂത്രമാണ് D2O. അടുത്തതാണ് ക്ലോറോഫിനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ക്ലോറോഫിനോക്കോൾ എന്ന ഔഷധം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണപ്പെടുന്ന രീതിയാണ് സംവഹനം. ഓപ്ഷൻ ബി സംവഹനം. 77 താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? മണ്ണെണ്ണ. ഓപ്ഷൻ സി മണ്ണെണ്ണയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ്. ബാക്കിയുള്ളവയെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ്. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി മംഗൾയാൻ. അടുത്ത ക്വസ്റ്റ്യൻ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ ആണ് അപവർത്തനം. ഒരു വസ്തു സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഓപ്ഷൻ ബി ഭ്രമണം. അടുത്ത ക്വസ്റ്റ്യൻ
ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കഥാകാരനാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ഓപ്ഷൻ എ ആണ് ആൻസർ, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി സർദാർ KM പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി K ശിവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ച സർവകലാശാല. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ബോംബെ യൂണിവേഴ്സിറ്റി. 5 വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടനയാണ് ഓപ്ഷൻ ഡി മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഓപ്ഷൻ എ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ചരക്കു സേവന നികുതി നിലവിൽ വന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ ചരക്കു സേവന നികുതി നിലവിൽ വന്നത് ഓപ്ഷൻ സി ആണ് 1 ജൂലൈ 2017. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരനാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്ത ക്വസ്റ്റ്യൻ, ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയത് ഓപ്ഷൻ ഡി നീരജ് ചോപ്രയാണ്. 10 സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി. ഓപ്ഷൻ ബി ഉണർവ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉണർവ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ് അല്ലേ? അത് പശ്ചിമഘട്ടമാണ്. താരതമ്യേന വീതി കുറവാണ്, അതും തെറ്റാണ്. ഡെൽറ്റകൾ കാണപ്പെടുന്നു, ശരി. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു, ശരി. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ ബി ഗോദാവരി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഓപ്ഷൻ സി മുംബൈ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയപാതയാണ് ദേശീയ ജലപാത 3 NW3. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടോ നിങ്ങൾ? അടുത്ത ക്വസ്റ്റ്യൻ, താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ് കൽക്കരി. ഓപ്ഷൻ സി കൽക്കരി. അടുത്ത ക്വസ്റ്റ്യൻ, പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഓപ്ഷൻ ബി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 19 ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത എവിടെയാണ്? ഓപ്ഷൻ സി ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. 21 താഴെ തന്നിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, ശരിയാണ്. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. നിയമത്തിന് മുന്നിൽ സമത്വം ഇല്ല, അത് തെറ്റാണ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉണ്ട്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഉണ്ട്. അപ്പം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഭാഗം 4A-യിലാണ്. 23 ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം. ഓപ്ഷൻ ഡി വെള്ള.
അടുത്ത ക്വസ്റ്റ്യൻ 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പകർപ്പിനാണ് 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹിന്ദി. 25 ഇന്ത്യയുടെ ദേശീയ ഗീതം? ഓപ്ഷൻ ബി, വന്ദേ മാതരം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം? ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1993. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യക്കൊരു ഔദ്യോഗിക മതം ഇല്ല. 29 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി, 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. തെറ്റാണ്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. അതും തെറ്റാണ്. 3 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞു. അത് ശരിയാണ് അല്ലേ? അപ്പോൾ ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ്. ശരിയാണ് അല്ലേ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ. അത് ശരിയാണ്. ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. ഇവരെല്ലാവരും ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു എന്നാണ് പറയുന്നത്. പിന്തുണച്ചിട്ടുണ്ടോ? പിന്തുണച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ്. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. അത് ശരിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, 2 മാത്രം. ഇവിടെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന. സ്വന്തം ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. ശരി. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ശരി. ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, നൈതാലി എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. തെറ്റാണ്. അത് ആരാണ്? ഗാന്ധിജിയാണ് ആ പദ്ധതി ആസൂത്രണം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തതാണ് കണ്ടെത്തേണ്ടത്. 1 അഭയാർത്ഥി പ്രവാഹം. ഉൾപ്പെട്ടതാണ് അല്ലേ? അഭയാർത്ഥി പ്രവാഹം ഉൾപ്പെട്ടതാണ്. അടുത്തത് വർഗീയ ലഹള. അതും വന്നിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ. അതില്ലായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സമ്മേളനവും ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, 3 മാത്രം. തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തത് കണ്ടെത്തുക. അപ്പം 1916 DK കാർവെ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. അത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. അത് തെറ്റാണല്ലേ? അടുത്തത്, രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. അതും ശരിയാണ്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. തെറ്റേതാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയായിട്ടുള്ള ഉത്തരവാണ് അല്ലേ? ശരിയായ ജോഡിയെ കണ്ടെത്താൻ പറഞ്ഞിരുന്നത്. വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായ്. തെറ്റാണ്. അടുത്ത വന്ദേ മാതരം ദാദാഭായ് നവറോജി. തെറ്റ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ. ശരിയാണ്. അപ്പം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ വഴി ശരിയായ ജോഡി കണ്ടെത്തുക. ഗദ്ദാർ പാർട്ടി ചന്ദ്രശേഖർ ആസാദ്. ഗദ്ദാർ പാർട്ടി ചന്ദ്രശേഖർ ആസാദ്. തെറ്റാണ് അല്ലേ? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CR ദാസ് മോത്തിലാൽ നെഹ്റു. തെറ്റാണ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. ശരിയാണ്. AITUC MN ജോഷി ലാലാ ലജ്പത് റായ്. ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം. ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1 ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ശരിയാണല്ലേ? അടുത്തത്, കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. ശരിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ദാദാഭായ് നവറോജി. ശരിയാണ്. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. തെറ്റാണ്. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് അദ്ദേഹമല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ ഡി, 4 മാത്രം. തെറ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അത് തെറ്റാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ, ശരിയാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ അഭിപ്രായപ്പെട്ടു, അതും ശരിയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം 1986 ദേശീയ വിദ്യാഭ്യാസം, തെറ്റാണ് അല്ലേ. അത് ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷനാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം ശരി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ സജീവ പ്രവർത്തകയാണ്. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ പ്രവർത്തകയാണ്, ശരിയാണല്ലേ. മാഡം ഭിക്കാജിക്കാമ്മ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി, ശരി. പണ്ഡിതരഭാമായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു, ശരി. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. ഇത് ശരിയായതാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി, അത് ശരിയാണല്ലേ. അടുത്തത്, 788 ശങ്കരാചാര്യർ ജനിച്ചു. 1553 കൂരൻകുരിശ് സത്യം, തെറ്റാണ്. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരീസ് തുറമുഖവും അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു, ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ, തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട, ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അടുത്തത്, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം ജില്ലയാണ്, ശരിയാണ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്, അത് തെറ്റാണ് അല്ലേ. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്, അത് ശരിയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം, അത് തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് ഏതാണ്? അത് കണ്ണൂരാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂരാണ്. അതുപോലെ തീരപ്രദേശം ഇല്ലാത്ത ഈ ജില്ല ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ദെൻ സപ്തഭാഷാ സംഘഭൂമി കാസർഗോഡ്. ഓക്കെ, അപ്പം നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ ബി, 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്, കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. കൊല്ലം മുതൽ തെക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ, അത് തെറ്റാണ് കേട്ടോ. വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു, ശരി. നീണ്ടകുര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു, ശരിയാണ്. ഓപ്ഷൻ 2, 3ഉമാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ്. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവം, ശരി. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമുലം, മുതിരപ്പുഴയാറും, തെറ്റാണല്ലേ. 3, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു, ശരിയാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരിയല്ലാത്തത്, ബാക്കിയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ, ശരിയാണല്ലേ. അടുത്തത്, കോഴിക്കോട് ജില്ലയിൽ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡയാണ്, അത് തെറ്റാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി, അതും തെറ്റാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ടാണ്, അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ, നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ചുറി എന്ന തുടക്കത്തിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളം, തെറ്റാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന, ശരിയാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്, അത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തെന്മല എക്കോ ടൂറിസം പദ്ധതി ചെന്തുർണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, ശരിയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക്, ശരിയാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി, അത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്.
കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് മത്തി. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തിയാണ്. ശരിയാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. തെറ്റാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജെൻകു. അതും തെറ്റാണ്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ യോജിക്കാത്തത് ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ് യോജിക്കാത്തത്. നമ്മുടെ ഉത്തരം ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോദവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റാണ് ഗോദവർമ്മ രാജ. അത് ശരിയാണ് അല്ലേ. അടുത്തത്, ഒക്ടോബർ 11 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. അതും ശരിയാണ്. അടുത്തത്, കേരള വിനോദ സഞ്ചാരത്തിൻ്റെ പിതാവാണ് ഗോദവർമ്മ രാജ. ശരിയാണ്. 4, തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. തെറ്റാണ്. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. ശരിയാണ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം ശരി. അടുത്ത ക്വസ്റ്റ്യൻ, മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. അത് ശരിയായിട്ടുള്ളതാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരത കേസരി എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭൻ. ശരിയാണ്. 35 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ. അത് തെറ്റാണ്. അത് C കേശവനാണ്. 1, 2, 3 ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരഗുരുവിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. ശരിയാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാനം. ശരി. വെട്ടിയാട്ട് അടി ലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടു. ശരി. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതി ഉച്ചതീർന്നതിനെതിരെ പ്രവർത്തിച്ചു. തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം. ശരിയാണ്. അടുത്തത്, ഘോഷ ബഹിഷ്കരണം വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പണ്ഡിറ്റ് KP കറുപ്പൻ സംഘടിപ്പിച്ച സംഘടനകൾ കണ്ടെത്തുക. പണ്ഡിറ്റ് KP കറുപ്പൻ സംഘടിപ്പിച്ച സംഘടനകൾ കണ്ടെത്തുക. അതിൽ ഉത്തരം വരുന്നത് ഏതൊക്കെയാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ്റെ സംഘടനകൾ ഏതൊക്കെയാണ്? അരയ സമുദായമുണ്ട്, ജ്ഞാനോദയം സഭയുണ്ട്, കൊച്ചിൻ പുലയ മഹാസഭ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായ ജോഡി കണ്ടെത്തുക. ഇരവിപ്പുറത്ത് എന്നാണ് 1888 ആണ്. അപ്പോൾ C വന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം. C വന്ന 2 ഓപ്ഷൻ എടുത്തിട്ട് ഈ 2 ഓപ്ഷൻ വെച്ചിട്ട് ഇനി നമുക്ക് നോക്കാവേ. ഓക്കെ. അപ്പം അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് എന്നാണ്? അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് എന്നാണ്? അത് ഓപ്ഷൻ C. ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. 1888. ഇനി ടാഗോറിൻ്റെ സന്ദർശനം. ടാഗോർ കേരളത്തിൽ സന്ദർശനം നടത്തിയത് എന്നാണ്? ഓപ്ഷൻ A ആണല്ലേ. 1922. ഗാന്ധിജിയുടെ സന്ദർശനം. ഗാന്ധിജി കേരളത്തിൽ ആദ്യമായിട്ട് സന്ദർശനം നടത്തിയത് എന്നാണ്? ഗാന്ധിജി നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ്. 1925. അടുത്തത്, ഗുരുവിൻ്റെ സമാധി എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്. ഗുരു സമാധിയായത് 1928. അപ്പോൾ അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ എന്നാണ്? അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ 1888. അതുപോലെ തന്നെ നമ്മുടെ ടാഗോറിൻ്റെ സന്ദർശനം 1922. ഗാന്ധിജിയുടെ സന്ദർശനം 1928. ടാഗോറും ഗാന്ധിജിയൊക്കെ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച കാര്യമാണ് പറയുന്നത്. ഗുരുവിൻ്റെ സമാധി 1928. അടുത്ത ക്വസ്റ്റ്യൻ,
ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ഓപ്ഷൻ എ ശരിയാണ്. ക്വസ്റ്റ്യൻ: തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. 1891 ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ. 2. 1896 ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ. 3. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. ഇവിടെ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. 1891 ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ. 96 ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി 3 മാത്രമാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്: തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. ശരിയാണ്. തിരുവനന്തപുരത്തെ ജോവാന ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിച്ചു. ശരിയാണ്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം. ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: 60 കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘമാണെന്ന് നമുക്കറിയാം അല്ലേ. നമുക്കിങ്ങനെ ചെയ്തു നോക്കാം. അടുത്തത് സഹോദരൻ അയ്യപ്പൻ്റെ ഏതാണ് സഹോദര പ്രസ്ഥാനം? വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അപ്പം നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനം നൽകുന്നു? എത്രയാണ്? ഓപ്ഷൻ ബി 20% ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: സ്പോട്ടഡ് ലിപ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ റിക്കറ്റ്സിയ. അടുത്തത് 63 മനുഷ്യരിലെ നൈട്രോജനിക് വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? ഓപ്ഷൻ ഡി കരളാണ്. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? ഓപ്ഷൻ ഡി കരൾ. 64 ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാൻ കഴിവ് ആർജിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് നൈട്രജൻ ആണ് കേട്ടോ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഓപ്ഷൻ എ നൈട്രജൻ. 65 പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ജലമാണ് ഉത്തരം. 66 കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. ഓപ്ഷൻ സി ടൈഫോയിഡ്. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം. ഓപ്ഷൻ ബി ആണ് തട്ടേക്കാട്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശമാണ് ഓപ്ഷൻ ബി തട്ടേക്കാട്. 68 കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അടുത്തത് 69 സങ്കര ഇനം നെല്ലിൻ്റെ ഉദാഹരണം. സങ്കര ഇനം നെല്ലിൻ്റെ ഉദാഹരണമാണ് ഓപ്ഷൻ ബി അന്നപൂർണ. അടുത്ത ക്വസ്റ്റ്യൻ: പയറുവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. ഓപ്ഷൻ എ ആണ് റൈസോബിയം ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യൻ: ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏതാണ്? 1 ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ആറ്റത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ്. ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. 1. എ. ത്രികങ്ങൾ എന്താണ് ത്രികങ്ങൾ വരുന്നത്? അത് എന്താ ഡോബ്രൈനറാണ് ത്രികങ്ങൾ വരുന്നത്. അടുത്തത് അഷ്ടകങ്ങൾ എന്താണ്? അഷ്ടകങ്ങൾ വരുന്നത് എവിടെയാണ്? അത് 3 ന്യൂലാൻഡ് ആണ് ഉത്തരം വരുന്നത്. അഷ്ടകങ്ങൾ ന്യൂലാൻഡ്. ആറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ ആരാണ്? മെൻഡലീഫ് ആണ് അല്ലേ. ആറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മോസ്ലിയുമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകമാണ്? ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ് കത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം എന്നുള്ളതാണ് തെറ്റ്. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണം. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ 76, സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ അൾട്രാസോണിക് ആണ് കേട്ടോ. 77, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജം എന്താണ്? ഓപ്ഷൻ സി സ്ഥിതികോർജ്ജം. 78, പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി പ്രകീർണനം. 79, താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഇവിടെ പാസ്കലാണ്. ബാക്കിയെല്ലാം ഊഷ്മാവിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. 80, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. 2-3 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് 10th പ്രിലിംസിന് ആവശ്യമായിട്ടുള്ളത്. ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങൾ മനസ്സിലാകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.